ആരോ ഒരു അലമുറയോടെ അവൻ ആരുവിൻ്റെ നെഞ്ചിലേക്ക് വീണു. ഇല്ല, ഇനി തന്നോട് ഇടിപിടിക്കാനും വഴക്കുണ്ടാക്കാനും അവനില്ലെന്ന് തിരിച്ചറിവ് അവനെ ആകെ അസ്വസ്ഥനാക്കി. അവൻ ഉറക്കെ ഉറക്കെ കരഞ്ഞു. ദേവ് ഒന്നും മിണ്ടാതെ അങ്ങനെ നോക്കി നിൽക്കുവാണ്. ഇനിയും പിടിച്ചു നിൽക്കാനാവില്ലെന്ന് മനസ്സിലായതുകൊണ്ട് അവൻ നേരെ കിച്ചുവിൻ്റെ റൂമിലേക്ക് പോയി. അവൾ ഇപ്പോഴും ഉണർന്നിട്ടില്ല. നല്ലോണം ഉറങ്ങട്ടെ. ഇനി ഒരിക്കലും ഇത്രയും ശാന്തമായി അവൾക്കുറങ്ങുവാനായി സാധിക്കുകയില്ല. അവൻ അവളുടെ മുടിയിൽ തലോടി. ശിവ അപ്പോഴും അവളെ ഒരു കുഞ്ഞിനെ പോലെ പരിചരിക്കുവാണ്. മിത്രൻ അപ്പോഴേക്കും എല്ലാ ഫോർമാലിറ്റികളും കഴിഞ്ഞ് ആരുവിൻ്റെ ബോഡി ആംബുലൻസിൽ കയറ്റിയിരുന്നു. അവനൊപ്പം ഷാരോണും ദേവും കയറി മനയിലേക്ക് പുറപ്പെട്ടു. ശിവ കിച്ചുവിനൊപ്പം പിന്നാലെ കാറിലും. അവൾ ഇപ്പോഴും ഒന്ന് കരഞ്ഞിട്ട് കൂടെയില്ല. ആകെ പൂർണ്ണമായും മരവിച്ച അവസ്ഥ. അവളുടെ ഇരിപ്പും ഭാവവും കാണാൻ ശിവയ്ക്ക് മുന്നിൽ എന്തെന്നില്ലാത്ത ഭയം ഉണ്ടായിക്കൊണ്ടിരുന്നു. ആരോൺ മരിച്ചെന്ന സത്യാവസ്ഥ അവളുടെ ഉപബോധ മനസ്സിൽ വ്യക്തമാവാത്ത പോലെ. മനയിലേക്ക് ആംബുലൻസ് അടുക്കുംതോറും മനയ്ക്കു ചുറ്റും വലിയ ആൾക്കൂട്ടങ്ങൾ കാണാം. വാതിൽക്കൽ ആരെല്ലാമോ വട്ടം കൂടിയിട്ടുണ്ട്. മേപ്പാടനൊന്നും അവിടെ കാണാതായപ്പോൾ അയാൾ പോയെന്നവർക്ക് മനസ്സിലായി. മന മുഴുവനായും മൂകത നിറഞ്ഞിരിക്കുന്നു. ആംബുലൻസ് മനയിൽ വന്നെത്തിയതും പപ്പയാണ് ആരെക്കാളും ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവർക്കരികിലേക്ക് ഓടിയെത്തിയത്. രുദ്ര! ചുറ്റും കണ്ടു നിൽക്കുന്നവർക്കെല്ലാം കണ്ണ് നനയിച്ചിരുന്ന ആ കാഴ്ച. വെളുത്ത പഞ്ഞിക്കെട്ട് പോലുള്ള അവൻ്റെ ശരീരം മനയിലെ ഇളം തിണ്ണയിൽ കൊണ്ടുവന്ന് കിടത്തുമ്പോൾ പാർവതിയെ ആരെക്കൊണ്ടും പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇളയവനായിരുന്നതുകൊണ്ട് അമ്മയുടെ ഏറ്റവും കൂടുതൽ സ്നേഹം ലാളനകൾ ഏറ്റുവാങ്ങിയ മകനല്ലേ. അലറിക്കരഞ്ഞ് അവൻ്റെ മുഖത്തും കണ്ണുകളിലും ആ അമ്മ തുരുതുരെ ഉമ്മകൾ വയ്ക്കുമ്പോൾ ഷാരോണിൻ്റെ നിലയും വ്യത്യസ്തമായിരുന്നില്ല. എന്നും തന്നേക്കാൾ കൂടുതൽ പക്വതയോടെ തന്നോടൊപ്പം ചേർന്ന് നിന്നിരുന്ന കൂടപ്പിറപ്പ് ഇനിയില്ല എന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ ഈ ഭൂലോകം കീഴ്മേൽ മറിയുന്ന അവസ്ഥയായിരുന്നു അവന്. അവന് തൊട്ടരികിൽ ഒന്ന് കണ്ണുപോലും നിറയാതെ നിർവികാരയായി ഇരിക്കുന്ന കിച്ചുവിനെ കാണുമ്പോൾ എല്ലാവർക്കും ഭയമേറിയിരുന്നു. മോളെ കിച്ചു, നീ ഒന്ന് കരയുന്നു പോലും ഇല്ലല്ലോ. ഇതെന്തിരിപ്പാ? നിന്റെ ഇച്ചായനാ ആ കിടക്കുന്നേ. നീ ഒന്ന് ചെല്ല് അവൻ്റെ അരികിലേക്ക്. ഒന്ന് പൊട്ടിക്കരയുകയെങ്കിലും ചെയ്യുമോളെ. ദേവികയും സേതും അവളുടെ ഇടംവലം ഇരുന്നു കൊണ്ട് ഓരോന്ന് പറഞ്ഞു. അവൾ അപ്പോഴും മറ്റേതോ ലോകത്താണ്. എടാ, നിന്നോട് എനിക്കുള്ള ഏറ്റവും വലിയ ജലസ് എന്താണെന്നറിയാവോ? ഞാൻ സ്നേഹിക്കുന്നതിലും കൂടുതൽ നീ എൻ്റെ പെണ്ണിനെ സ്നേഹിക്കുന്നത്. വിട്ടുതരില്ല ഞാൻ ഒരിക്കലും. ആ സ്നേഹം എന്ന വാശിയായിരുന്നു. പക്ഷേ ഇപ്പോൾ വിധി അവളെ നിന്റെ കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിക്കാൻ എന്നെ നിർബന്ധിക്കുന്നു. വിട്ടുതരാനല്ലാതെ എനിക്ക് വേറെ ഓപ്ഷനില്ല. നിന്നെ ഏൽപ്പിക്കുക. ഞാൻ എൻ്റെ പ്രാണനെ നോക്കിക്കോണം പൊന്നുപോലെ. ആരോൺ! കണ്ണുകൾ വീട്ടി തുറന്ന് ശിവ ഉമ്മറപ്പടിയിലെ തൂണിൽ ചാരിയിരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു. നേരെ നോക്കുമ്പോൾ കാണാം ചെറുചിരിയാലെ വെള്ള പുതച്ച് കിടക്കുന്ന ആരോണിനെ. ജന്നി വന്ന് എന്തൊക്കെയോ കിച്ചുവിനോട് ചോദിക്കുന്നുണ്ട്. അവളതൊന്നും കേൾക്കുന്നുകൂടിയില്ല. ആരോണിൻ്റെ മുഖത്ത് മാത്രമാണ് അവളുടെ നോട്ടം, നിർവികാരത. മറ്റൊന്നും അവളുടെ കണ്ണുകളിൽ കാണാൻ കഴിയുന്നില്ല. കുറച്ചു നേരം കൊണ്ട് തന്നെ അവൾ മെലിഞ്ഞു പോയതുപോലെ. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. ഇനി ആരും വരുവാനില്ലെന്ന് പുറത്തുനിന്ന് ആരോ വിളിച്ചു പറഞ്ഞപ്പോൾ കർമ്മങ്ങൾക്കായി അവൻ്റെ ശരീരം പുറത്തേക്കെടുക്കവേ കിച്ചു അവൻ്റെ മേലേക്ക് ചാടിക്കയറിയിരുന്നു. എങ്ങടേക്കാ എൻ്റെ ഇച്ചായനെ കൂട്ടുന്നേ? ഒറ്റയ്ക്ക് എങ്ങോട്ടും പോവില്ല. ഞാനില്ലാതെ ഇച്ചായന് പറ്റില്ല. ഇച്ചായൻ എണീറ്റേ, നമുക്ക് റൂമിലേക്ക് പോവാം. നേരം കുറേയായി ഈ അഭിനയം ഞാൻ നോക്കി കിടക്കുകയാണ്. ഇനി മതി. പറയിച്ചായ, ഞാനില്ലാതെ എങ്ങടേക്കും വരില്ലെന്ന്. പറയിച്ചായ, ഞാൻ പോയി കഴിഞ്ഞ് മാത്രമേ ഇച്ചായനും പോവുള്ളൂ എന്ന് എനിക്ക് വാക്ക് തന്നതാണെന്ന്. പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ ഞാൻ എന്താ ചെയ്യേണ്ട ഇച്ചായ? ഉരുണ്ടുകൂടിയ കാർമേഘം മഴ പോൽ അവൾ പെയ്തുലച്ചു തുടങ്ങിയിരുന്നു. അത് കാണെ എല്ലാവരുടെയും നെഞ്ചു പിടഞ്ഞെങ്കിലും അവൾ കരഞ്ഞു തീർക്കട്ടെ എന്ന് ചിന്തിച്ച് ആരും അവളെ തടഞ്ഞില്ല. അവൻ്റെ മുടിയകളിൽ തലോടിക്കൊണ്ട് അവൻ്റെ നെറ്റിമേൽ ഇടയ്ക്കിടെ മുത്തം കൊടുക്കുന്ന അവളെ കണ്ടാൽ പിഞ്ചു കുഞ്ഞുങ്ങൾ തിരിച്ചൊരു ചുംബനത്തിനായി കാത്തിരിക്കുന്ന പോലെ തോന്നും. ഓരോ വട്ടം ഉമ്മ വെക്കുമ്പോഴും അവൻ തിരികെ ചുംബിച്ചിരുന്നെങ്കിൽ എന്നവൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. ആ കൈ അവളെ ഒന്ന് കെട്ടിപ്പുണർന്നിരുന്നെങ്കിലെന്ന് അവൾ കൊതിക്കുന്നുണ്ട്. പ്രണയം എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും നമുക്ക് സ്വന്തമാകണമെന്നില്ല. മനസ്സിൽ ഒരു 100,000 ആഗ്രഹം മെനഞ്ഞെടുത്ത് അവസാനം അത് ചീറ്റുകൊട്ടാരം പോലെ തകർന്നു വീഴുമ്പോൾ ചിലപ്പോഴൊക്കെ ചിലരും അതിനൊപ്പം തകർന്നു വീണിരുന്നു. ഒരിക്കലും ഒരു പിൻവിളി പോലും ഉണ്ടാവില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ചവൾ കുറച്ചു നേരം കിടന്നു. ഇല്ല, ഇന്ന് ആ താളം അവൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നില്ല.
ഒന്നും മിണ്ടാതെ എഴുന്നേറ്റവൾ ഗോവണി കയറി മുകളിലെ റൂമിലേക്ക് നടന്നു. കുട്ടി കുറച്ചുനേരം ഒറ്റയ്ക്കിരിക്കട്ടെ, ആരും ശല്യപ്പെടുത്തണ്ട, അച്ചമ്മ ദേവികയെ നോക്കി മെല്ലെ പറഞ്ഞു. പാർവതി ഒന്ന് അനങ്ങാൻ പോലും ആവാതെ ഉമ്മറപ്പടിയിൽ ഇരിക്കുവാണ്. താഴെ ആരോണിൻ്റെ കർമ്മങ്ങൾ നടക്കുമ്പോൾ മുകളിലെ മുറിയിൽ ചുറ്റിനും രക്തത്തിൽ മുങ്ങിക്കിടക്കുവാണ് കിച്ചു. മുകളിലെ അറയിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് തൃപ്തി തോന്നാതെ ശിവ ചെല്ലുമ്പോൾ കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കിച്ചുവിനെയാണ്. ഒരക്ഷരം പോലും അവൻ്റെ നാവുകളിൽ അപ്പോൾ വരുന്നുണ്ടായിരുന്നില്ല. പ്രാണന്റെ ശരീരം താഴെ അഗ്നിയിൽ വെക്കുമ്പോൾ അവൾ സ്വന്തം ശരീരം വെടിഞ്ഞ് ആത്മാവായി അവനൊപ്പം ചേരുവാൻ വല്ലാതെ കൊതിച്ചിരുന്നു. പക്ഷേ താഴേക്ക് രക്തത്തിൽ കുളിച്ച കിച്ചുവിനെ വാരിയെടുത്ത് ഓടിയിറങ്ങുന്ന ശിവയെ കണ്ട് എല്ലാവരും പകച്ചു നിൽക്കുമ്പോഴും ശിവ മറ്റാരെയും നോക്കാതെ അവളെ കാറിനരികിലേക്ക് കൊണ്ടുചെന്നു. ദേവ് ഡോർ തുറന്ന് അവളെ അകത്തേക്ക് കിടത്തിയിരുന്നു. ഇന്ന് ദിവസങ്ങൾ കുറച്ച് പിന്നിട്ടിരിക്കുന്നു. കാലം മായ്ക്കാത്ത ഓർമ്മകളുണ്ടോ എന്ന് കളിയാക്കി ചോദിക്കുന്നവരോട് ഉണ്ട്. കാലത്തിനും മായ്ച്ചു കളയുവാൻ കഴിയാതെ ഇപ്പോഴും മനസ്സിൽ അത്രയും സ്നേഹം, ഒരു നുള്ളുപോലും കുറവ് വരാതെ കാത്തിരിക്കുന്ന എത്ര മനസ്സുകളുണ്ട്. പക്ഷേ ആ കാത്തിരിക്കുന്ന നീറുന്ന മനസ്സ് കാണുവാൻ ആരും ശ്രമിച്ചിട്ടില്ല. അതും പ്രണയമാണ്. അല്ല, അതാണ് പ്രണയം. തോരാതെ തളിർത്തുകൊണ്ടിരിക്കുന്ന ആ മനയിലെ പൊൻചെമ്പകം. അവൻ്റെ മരണത്തിനു ശേഷം പിന്നീടൊരിക്കലും പൂക്കാത്ത ആ ചെമ്പകച്ചുവട്ടിൽ ശിവക്കരികിലായി ഇരിക്കുകയാണ് കിച്ചു. അവളുടെ കണ്ണുകൾ അവനെ ദഹിപ്പിച്ചിരിക്കുന്ന മണ്ണിലേക്കാണ്. ഇച്ചായ, ഈ നിമിഷം നീ മറ്റൊരു ലോകത്താണെന്ന് അറിഞ്ഞിട്ടും ഇടയ്ക്കെപ്പോഴും മനസ്സും ഹൃദയവും നിന്നിൽ തൊട്ടറിഞ്ഞ ആ സ്നേഹത്തെ കാത്തിരുന്നു പോവുന്നു ഞാനിപ്പോഴും. ജീവിതം ഇന്നെന്നെ പഠിപ്പിച്ച അവസാന പാഠം: പ്രണയിക്കരുത്. ആരെയും മനസ്സിലേക്ക് കയറിക്കൂടുവാൻ അനുവദിക്കരുത്. അവനില്ലാതെ ഇനി തനിക്ക് ജീവിക്കുവാൻ കഴിയില്ലെന്ന് എന്ന തോന്നലോടെ ജീവിച്ചു തുടങ്ങരുത്. അങ്ങനെ സംഭവിച്ചാൽ എന്നെപ്പോലെ മുന്നോട്ട് പോകുവാനാവാതെ പാതി വഴിയിലിങ്ങനെ കുടുങ്ങിക്കിടക്കേണ്ടി വരും. വീണ്ടും കാണുവാൻ മനസ്സ് കൊതിച്ചുകൊണ്ടിരിക്കും. എന്നേക്കുമായി വേർപിരിഞ്ഞു പോകുമ്പോൾ ഹൃദയം എൻ്റേതുപോലെ നിലച്ചു പോവും. ഞാനിനി എന്തിനയച്ചായ? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കിച്ചു, നീ എത്ര ദിവസമായി വല്ലതും കഴിച്ചിട്ട്? എപ്പോഴും ഇവിടെ വന്നിരുന്നാൽ നീ വാ, വല്ലതും കഴിക്ക്. ശിവ അവളെ തട്ടി വിളിച്ചു. നല്ല വിശപ്പുണ്ട് ശിവേട്ട, പക്ഷെ എൻ്റെ ഫീലിംഗ് ഞാൻ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കി തരേണ്ടത്? നെഞ്ചിലൊക്കെ എന്തോ തങ്ങി നിൽക്കുന്ന പോലെ. ഭൂമിയിൽ ആരും ഇല്ലെന്ന് തോന്നുന്നു. കണ്ണിലൊക്കെ ഇരുട്ടാണ്. മുഴുവൻ ഇച്ചായന മനസ്സ് നിറയെ. എന്നെക്കൊണ്ട് പറ്റില്ല. ഇച്ചായനില്ലാതെ ഞാൻ മരിച്ചു പോവും ശിവേട്ട. അവൾ കണ്ണുകൾ പൊതിഞ്ഞു പിടിച്ച് കരഞ്ഞു. ശിവ ഒന്നും മിണ്ടാതെ അവളെ അങ്ങനെ നോക്കിയിരുന്നു. ഒരൊറ്റ രാത്രിയിൽ വ്യത്യസ്തമായിടത്ത് ഇത്രയധികം ദൂരെ ഇരുന്നു കൊണ്ട് ഒരേ നിലാവിനെ നോക്കി ഒരുമിച്ച് സ്വപ്നം കണ്ടിരുന്നവരാ ഞങ്ങൾ. അന്നൊന്നും എനിക്കിത്ര വേദന തോന്നിയിട്ടില്ല. കാരണം എവിടെയോ എനിക്ക് മാത്രമായി മിടിക്കുന്ന ഹൃദയം എന്നിലേക്ക് എത്തുവാനായി കൊതിക്കുന്നത് എനിക്കും അറിയാമായിരുന്നു. പക്ഷേ ഇന്ന് ആ ഹൃദയത്തിന് തുടിപ്പില്ല ശിവേട്ട. അവൾ നേർത്ത പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് കുളപ്പടവിലേക്കിറങ്ങി. ശിവ, അവനിപ്പോൾ പ്രണയമല്ല, അഭിമാനമാണ്. ഒരു പെണ്ണിന് ഇത്രയുമേറെ ഒരാളെ പ്രണയിക്കുവാൻ കഴിയുമോ എന്ന്, അതും ഇത്രയും ഭ്രാന്തമായി. എൻ്റെ കിച്ചു ചിലപ്പോൾ ആ പടവിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കും. ചിലപ്പോൾ കുളത്തിലേക്ക് നോക്കി ഉറക്കെ പൊട്ടിക്കരയുന്നത് കാണാം. അതോ അല്ലെങ്കിൽ ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിക്കുന്നത് കാണാം. പക്ഷേ ആ ചിരിയിലും കണ്ണുകളിലൂടെ മേനീർ ചാലിട്ടൊഴുകുന്നതും കാണാം. ചിലപ്പോൾ തോന്നും അവളിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടെന്ന്. പക്ഷേ അവളുടെ മനസ്സിപ്പോഴും ആരുവിൽ തന്നെയാണ്. ഓരോ നിമിഷവും ഏകാന്തതയിൽ അവൾ തിരയുന്നതും അനുഭവിക്കുന്നതും അവനെയാണ്. ആരോണിൻ്റെ മാത്രം ക്ഷേത്രാങ്കണ.